നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താനുള്ള വിവിധ പദ്ധതികൾക്ക് നടത്തുന്ന അസാപ്പിന് 35.1 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസം, മാനസികാരോഗ്യം, നൈപുണ്യ വികസനം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സൌകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി 15.7 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൌകര്യ വികസനം, ഗവേഷണം തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ റൂസയ്ക്ക് സംസ്ഥാന വിഹിതമായി 30 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 45 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ബിസിനസ് സ്കൂളുകളിലൊന്നായ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ വജ്ര ജൂബിലി പ്രമാണിച്ച് പ്രത്യേക സഹായമായി 1 കോടി രൂപ അനുവദിക്കുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജ് 125ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോളേജിലെ ലൈബ്രറി ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 1 കോടി രൂപ അനുവദിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമായ സിപാസിന് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി 3 കോടി രൂപ അനുവദിക്കുന്നു. സർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൾട്ടി ഡിസിപ്ലിനറി മ്യൂസിയം സംബന്ധിച്ചാണ് കേരളത്തിന്റെ ജൈവവൈവിധ്യവും ചരിത്രവും നാടോടി പാരമ്പര്യവും വാമൊഴി വഴക്കവും ബന്ധിപ്പിച്ചുകൊണ്ട് ശിഖ എന്ന പേരിൽ കോഴിക്കോട് സർവകലാശാലയിൽ മ്യൂസിയം ഓഫ് എമിനൻസ് സ്ഥാപിക്കും. 4 മേഖലകളിലെയും സവിശേഷതകൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്കായി 247.3 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലെ 9 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിരുദാനന്തര തലത്തിൽ വിവിധ ശാഖകൾ സമന്വയിപ്പിച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് സെന്ററുകൾ സ്ഥാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ജനകീയ പിന്തുണയോടെ സംഭാവനയായി ഫണ്ട് ശേഖരിക്കുന്ന പരിപാടി നടപ്പിലാക്കും. കലയും സംസ്കാരവും. സർ, കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കായി 2024-25 വർഷത്തേക്ക് 170.49 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലുടനീളം മ്യൂസിയങ്ങൾ നവീകരിക്കാനും പുനഃക്രമീകരിക്കാനും ഒരു സമഗ്ര പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. സർ, ഗാലറികളുടെയും പ്രദർശന സങ്കേതങ്ങളുടെയും നവീകരണം, സുരക്ഷാ നടപടികൾ, പരിസര വികസനം, സന്ദർശക സൌകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമാക്കിയുള്ള ഈ പദ്ധതിക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ ജില്ലകളിലും പൈതൃക പുരാവസ്തു മ്യൂസിയങ്ങൾ താമസിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി നഗരത്തിൽ മ്യൂസിയം കൾച്ചറൽ കോംപ്ലക്സ് നിർമ്മാണത്തിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. പ്രാദേശിക മ്യൂസിയങ്ങൾ. സർ, തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ നാടിന്റെ ചരിത്രവും പഴയകാല അനുഭവങ്ങളും പകർന്നു നൽകുന്ന പ്രാദേശിക മ്യൂസിയങ്ങൾ ലോകത്ത് പല രാജ്യങ്ങളിലുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ നൽകാനും ഇത്തരം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുമായി ഒരു പ്രത്യേക പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് വികസിപ്പിക്കും. ചെലവിന്റെ ഒരു ഭാഗം സർക്കാർ സഹായമായി നൽകും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിവിധ മ്യൂസിയങ്ങളുടെയും ഗാലറികളുടെയും നവീകരണത്തിനും സംരക്ഷണത്തിനും മ്യൂസിയം ക്യാമ്പസുകളുടെ വികസനത്തിനുമായി 9 കോടി രൂപ നീക്കിവെക്കുന്നു. തിരുവനന്തപുരം, തൃശൂർ മൃഗശാലകളുടെ നവീകരണത്തിനായി 7.5 കോടി രൂപ വകയിരുത്തുന്നു. പാവങ്ങളുടെ പടത്തലവനെന്ന് വിശേഷിക്കപ്പെടുന്ന AKGയുടെ വിവിധ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന മ്യൂസിയത്തിനായി 3.75 കോടി രൂപ വകയിരുത്തുന്നു. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്ക് 18 കോടി രൂപ വകയിരുത്തുന്നു. സാഹിത്യ അക്കാദമിക്ക് 3.2, സംഗീത നാടക അക്കാദമിക്ക് 7.5, ലളിതകലാ അക്കാദമിക്ക് 5.5, ഫോക്ലോർ അക്കാദമിക്ക് 3.1 എന്ന നിലയിൽ വകയിരുത്തുന്നു. സർ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ 14 കോടി വകയിരുത്തുന്നു. ജവഹർ ബാലഭവനുകായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. കലാമണ്ഡലത്തിന്റെ വിവിധ കലാ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കായിട്ട് 19.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദം നേടുന്ന യുവകലാകാരന്മാർക്ക് 1000 വജ്ര ജൂബിലി ഫെലോഷിപ്പുകൾ നൽകുന്ന പദ്ധതിക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ വായിച്ചിട്ടങ്ങ് പോവാണ്. അത് സ്പീക്കർ ചെയർ അനുവദിക്കുമല്ലോ. സർ, സ്പോർട്സും യുവജനക്ഷേമവും. കായിക യുവജന മേഖലയ്ക്ക് 127.39 കോടി രൂപ വകയിരുത്തുന്നു. സർക്കാർ ധനസഹായത്തിനു പുറമെ പുറത്തുനിന്നുള്ള സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വിഭവസമാഹരണം കൂടി ലക്ഷ്യമിട്ട് ആരംഭിച്ച സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ടിന് 8.54 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായിക മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 17.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഹെൽത്തി കിഡ്സ് ആരോഗ്യത്തിനായി കളിക്കുക പദ്ധതി നടപ്പിലാക്കുന്നതിന് സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 6.5 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രാമീണ കളിസ്ഥലങ്ങൾ വികസിപ്പിക്കുന്നതിന് 8 കോടി രൂപ വകയിരുത്തുന്നു. ഓരോ ഗ്രാമപഞ്ചായത്തിലും ഒരു കായിക സൌകര്യം കളിസ്ഥലം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ മുഖേന ചെലവഴിക്കുന്നതാണ്. സർ, കേരള സ്പോർട്സിന്റെ ആർക്കൈവ്സ്, സ്പോർട്സ് മ്യൂസിയം തുടങ്ങിയവ മെച്ചപ്പെടുത്താനായിട്ട് 50 ലക്ഷം രൂപയുടെ സഹായം നൽകുന്നതാണ്. സ്പോർട്സ് കൌൺസിലിന് 34 കോടി രൂപ നീക്കിവെക്കുന്നു. യുവജനക്ഷേമ ബോർഡിന് 17 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും. 24-25 സാമ്പത്തിക വർഷം 2052.23 കോടി രൂപ വകയിരുത്തുന്നു.
തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിച്ചിരുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിന് 6.6 കോടി രൂപ അനുവദിക്കുന്നു. പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടികൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. സാംക്രമികേതര രോഗങ്ങളുടെ നിയന്ത്രണ പരിപാടികൾക്കായി 11.93 കോടി രൂപ വകയിരുത്തുന്നു. ആദിവാസി മേഖലകളിലെയും തീരപ്രദേശങ്ങളിലെയും അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി 10 കോടി രൂപ നീക്കിവെക്കുന്നു. കനിവ് പദ്ധതിക്ക് കീഴിൽ 315 ആംബുലൻസുകളുടെ പ്രവർത്തനത്തിനായി 80 കോടി രൂപ മാറ്റിവെക്കുന്നു. ആർദ്രം പദ്ധതിക്ക് 24.88 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ആരോഗ്യ സുരക്ഷാ ഫണ്ട് എന്ന ഒരു പദ്ധതി പറയുകയാണ്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിൽ അഭൂതപൂർവമായ അടിസ്ഥാന സൌകര്യ വികസനമാണ് നടന്നിട്ടുള്ളത്. കിഫ്ബി വഴി ആയിരക്കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമായി. കരൾമാറ്റം, ഹൃദയമാറ്റം ഉൾപ്പെടെയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകൾ ജില്ലാ ആശുപത്രികളിൽ വരെ സാധാരണമായി നടക്കുകയാണ്. ഡയാലിസിസ് സംവിധാനം താലൂക്ക് ആശുപത്രികൾ വരെ സർവ്വസാധാരണമായിരിക്കുന്നു. വരുമാനമുള്ളവരും സർക്കാർ ആശുപത്രികളുടെ ഈ സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. സ്വകാര്യ ആശുപത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ സാമ്പത്തിക ലാഭമാണ് അവർക്കുണ്ടാകുന്നത്. സന്തോഷത്തോടുകൂടി തന്നെ സർക്കാർ ആശുപത്രിയിലേക്ക് ഒരു തുക നൽകാൻ പലരും സന്നദ്ധരുമാണ്. പക്ഷേ ഒരു ക്രോസ് സബ്സിഡി എന്ന നിലയിൽ ഈ നിലയിൽ ഇതിനെ കാണുകയും ചെയ്യാം. എന്നാൽ അങ്ങനെ പണം നൽകാനുള്ള ഒരു സർക്കാർ സംവിധാനം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിലില്ല. ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തുകകൾ നൽകാൻ തയ്യാറാവുന്നവർക്കായി ഒരു സർക്കാർ റെമിറ്റൻസ് അക്കൌണ്ട് സംവിധാനം ഒരുക്കുന്നതായിരിക്കും. വിശദാംശങ്ങൾ പിന്നീട് ആലോചിച്ച് രൂപീകരിക്കുന്നതാണ്. സർ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പുതുതായി ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് 9.88 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം എന്നൊരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ LP, UP, HSS വിഭാഗങ്ങളായി 16,240 സ്കൂളുകളിലെ 60 ലക്ഷത്തോളം കുട്ടികൾക്ക് പ്രദേശത്തെ PHCകളുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പരിശോധനയും അത് സംബന്ധിച്ച് ഇലക്ട്രോണിക് ഡാറ്റാബേസ് തയ്യാറാക്കൽ, ഫസ്റ്റ് എയ്ഡ് പരിശീലനം എന്നിവയും ലക്ഷ്യമിടുന്നു. 50% LP സ്കൂളുകളിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ആഭിമുഖ്യത്തിലും 12ാം ക്ലാസ് വരെയുള്ള മറ്റ് സ്കൂളുകളിൽ സംസ്ഥാന പദ്ധതി ഉപവിനിയോഗിച്ച് നടപ്പിലാക്കുന്ന സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിന്റെ ആദ്യഘട്ടത്തിനായി 3.1 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 465 കോടി രൂപ വകയിരുത്തുന്നു. സർ, PM ആയുഷ്മാൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന ഇ ഹെൽത്ത് പദ്ധതിക്കായി 27.6 കോടി രൂപ വകയിരുത്തുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ 202 സർക്കാർ ആശുപത്രികളും 364 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ 566 ആശുപത്രികൾ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ 42.45 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. ഇതിൽ 22.22 ലക്ഷം കുടുംബങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് മാത്രമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. ഇത് പദ്ധതിയുടെ ആകെ ചെലവിന്റെ 10% താഴെ മാത്രമാണ്. PMJAY കാസ്പ് പദ്ധതികൾക്കുള്ള കഴിഞ്ഞ വർഷത്തെ ആകെ ചെലവ് 1692.37 കോടി രൂപയായിരുന്നു. സർ, എന്നാൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അനുവദിച്ചത് 151.34 കോടിയാണ്. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ കാരുണ്യ പദ്ധതിക്ക് 2545.89 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2024-25 വർഷത്തേക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പിനായി 678.54 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രവിഹിതമായി 198 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഈ ബഡ്ജറ്റ് വിഹിതത്തിനേക്കാളും 3 ഇരട്ടിയാണ് ചെലവഴിക്കേണ്ടി വരുന്നുള്ളത് തൊട്ടുമുമ്പത്തെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. ബഡ്ജറ്റ് വിഹിതം സാധാരണ നമ്മുടെ പരിധിക്ക് അത്ര വെക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷേ 3 ഇരട്ടി വരെ ചെലവഴിക്കുന്നുണ്ട് നമ്മൾ. സർ, തിരുവനന്തപുരത്ത് ഗവൺമെന്റ് അനലിസ്റ്റ് ലബോറട്ടറി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ റീജിയണൽ ലബോറട്ടറികൾ, പത്തനംതിട്ടയിലെ ജില്ലാ ലബോറട്ടറി എന്നിവ നവീകരിക്കുന്നതിനായിട്ട് പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ട് 7 കോടി രൂപ വകയിരുത്തുന്നു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് 5.52 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ വിദ്യാഭ്യാസം. സർ, ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിൽ ആകെ 11 മെഡിക്കൽ കോളേജുണ്ട്. കൂടാതെ 2 മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. നിലവിലുള്ള 9 നഴ്സിംഗ് കോളേജുകൾക്ക് പുറമെ കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട എന്ന ജില്ലകളിലായി 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ കൂടി ആരംഭിക്കും. സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ആകെ വികസനത്തിനായി 401.24 കോടി രൂപ വകയിരുത്തുന്നു. സർ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്താൽമോളജി തിരുവനന്തപുരം, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് തിരുവനന്തപുരം, മെഡിക്കൽ കോളേജുകൾ എന്നിവയുടെ സമഗ്ര വികസനത്തിനായി 217.41 കോടി രൂപ അനുവദിക്കുന്നു. സർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പുതിയ പദ്ധതിക്കായി 29 കോടി രൂപ വകയിരുത്തുന്നു. 6 ദന്തൽ കോളേജുകളുടെ വികസനത്തിന് 22.79 കോടി രൂപയും നഴ്സിംഗ് കോളേജുകൾക്കായി 13.78 കോടി രൂപയും വകയിരുത്തുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ മാലിന്യ സംസ്കരണ പദ്ധതിക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു.
കോഴിക്കോട്, കോട്ടയം, തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ ഓങ്കോളജി വിഭാഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ക്യാൻസർ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 14 കോടി വകയിരുത്തുന്നു. സർ, മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ AMC ചെലവുകളിലേക്ക് 25.7 കോടി രൂപ. തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ സ്ട്രോക്ക് സെന്ററുകൾക്കായി 3.5 കോടി രൂപ എന്നിവ അനുവദിക്കുന്നു. സർ, മൂലകോശ അസ്ഥിമജ്ജ മാറ്റിവെക്കൽ ചികിത്സ തുടങ്ങേണ്ടത് ഇന്നിപ്പോ സർക്കാർ മേഖലയിൽ അനിവാര്യമാണ്. ഇത് ഒരു പുതിയ പദ്ധതിയാണ്. ഈ പദ്ധതി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യഘട്ടമായി കോട്ടയം മെഡിക്കൽ കോളേജിന് 1.5 കോടി രൂപ അനുവദിക്കുന്നു. കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ സ്പോർട്സ് ഇഞ്ചുറി ട്രീറ്റ്മെന്റ് ഡിവിഷനും സ്പോർട്സ് പെർഫോമൻസ് ഡിവിഷനും സ്ഥാപിക്കുന്ന പുതിയ പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, മലബാർ ക്യാൻസർ സെന്ററിന് 28 കോടി രൂപ വകയിരുത്തുന്നു. മധ്യകേരളത്തിലെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന് 14.5 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ സർവകലാശാലയ്ക്ക് 11.5 കോടി രൂപ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് കോഴിക്കോട് വിവിധ പ്രവർത്തനങ്ങൾക്കായി 3.6 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആയുഷ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും ശാക്തീകരണത്തിനുമായി 21.08 കോടി രൂപ ആണ് വകയിരുത്തുന്നത്. ദേശീയ ആയുഷ് മിഷന്റെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രത്യേക പദ്ധതിക്കായി സംസ്ഥാന വിഹിതമായി 15 കോടി രൂപയാണ് വകയിരുത്തുന്നത്. സർ, ഹോമിയോ മേഖലയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് 6.89 കോടി രൂപ വകയിരുത്തുന്നു. ശുദ്ധജല വിതരണവും മലിനജല നിവാരണവും. ശുദ്ധജല വിതരണത്തിനും മലിനജല നിവാരണത്തിനുമായി 907.10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശുദ്ധമായ കുടിവെള്ളം പര്യാപ്തമായ അളവിൽ ഓരോ വീടുകളിലും എത്തിക്കുന്ന പദ്ധതിയായ ജൽജീവൻ മിഷൻ 25% സംസ്ഥാന വിഹിതമായി 550 കോടി രൂപ വകയിരുത്തുന്നു. പദ്ധതി ചെലവിന്റെ 15% ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും 10% ഗുണഭോക്താക്കളും വഹിക്കുന്നതായിരിക്കും. 50% കേന്ദ്രവിഹിതമായി 1100 കോടി രൂപ ആണ് പ്രതീക്ഷിക്കുന്നത്. നഗരവികസന പരിപാടിക്ക് 961 കോടി രൂപ ആണ് വകയിരുത്തുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം 165 കോടി രൂപയായിട്ട് ഉയർത്തുന്നു. 60 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജന